ഹലോ ഓൾ, എല്ലാവർക്കും നമസ്കാരം. ബിയോണ്ട് ബോർഡേഴ്സ് വിത്ത് ദിവ്യ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഞാൻ ഒരുപാട് ആലോചിച്ചു, ഈ വീഡിയോ പോസ്റ്റ് ചെയ്യണോ അതോ ഞാൻ സാധാരണ വാട്സപ്പ്, ഫേസ്ബുക്ക് അങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിൽ മാത്രമാണ് വീഡിയോസ് പോസ്റ്റ് ചെയ്യലും. അങ്ങനെ നമ്മൾ സാധാരണ നമ്മുടെ ഡെയിലി നമ്മുടെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അങ്ങനെ പോസ്റ്റ് ചെയ്യണ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണതിന് മുന്നേ ഞാൻ ഒരുപാട് ആലോചിച്ചു, ഇങ്ങനെ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യണോ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പം എനിക്ക് തോന്നി എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പം നമ്മുടെ ഒരു ജീവിതത്തിലുണ്ടാവുന്ന ഒരു കാര്യങ്ങൾ ആർക്കെങ്കിലും മോട്ടിവേഷൻ കൊടുക്കാൻ കഴിയുമോ, അല്ലെങ്കിൽ അങ്ങനെ കഴിയുകയാണെങ്കിൽ നല്ലതല്ലേ. അപ്പം ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും, പിന്നെ എനിക്ക് നമുക്ക് സമയമാണല്ലോ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിന്തിപ്പിക്കുന്നത്. നമുക്ക് ഒരുപാട് സമയം കിട്ടുമ്പോൾ നമ്മൾ ആലോചിക്കും നമുക്ക് ക്രിയേറ്റീവായിട്ട് എന്താ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു ഡേയിൽ നമുക്ക് നമ്മുടെ ടൈം എങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കാം. അപ്പോൾ എനിക്ക് എൻ്റെ കയ്യിലിപ്പോൾ കുറച്ച് സമയം, സത്യം പറഞ്ഞാൽ കുറച്ചധികം സമയം എൻ്റെ കയ്യിലിപ്പോൾ ഉണ്ട്. കുറച്ച് വർഷങ്ങളായി, ഒരു 2 വർഷമായി വളരെ ജീവിത തിരക്കുകളായിരുന്നു. അതിൻ്റെ ഇടയിൽ ഇപ്പം എനിക്ക് കുറച്ചധികം സമയം എനിക്ക് കിട്ടി. അപ്പോൾ ഞാൻ കരുതി അന്ന് ഇങ്ങനൊരു കുറച്ചുകൂടി ക്രിയേറ്റീവായി, അല്ലെങ്കിൽ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി നമ്മുടെ ലൈഫിൽ നടന്ന, എൻ്റെ ലൈഫിൽ ഇപ്പോൾ റീസെൻ്റായി നടന്ന കുറച്ച് കാര്യങ്ങൾ, അതും പലർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കാം. ചിലവർക്ക് ഇത് കൊണ്ട് ചില മോട്ടിവേഷൻ കിട്ടും എന്നൊക്കെ എനിക്ക് തോന്നി. അപ്പം ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ ഈ യൂട്യൂബ് ചാനലിൻ്റെ നെയിമിലേക്ക് വരുമ്പോൾ ഞാൻ 2-3 ദിവസമായി എന്താണ് പേരിടുക. ഒരു ചാനൽ കയ്യിലുണ്ട്, അപ്പം അതിനൊരു പേര് കൊടുക്കണമല്ലോ. അപ്പം ഞാൻ എന്തായാലും ഞാൻ എൻ്റെ റീസെൻ്റായിട്ടുണ്ടായ കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് തന്നെ ഞാനൊരു പേര് കൊടുത്തു, ബിയോണ്ട് ബോർഡേഴ്സ് വിത്ത് ദിവ്യ എന്ന് പറഞ്ഞിട്ട്. അതായത് അതിരുകൾക്കപ്പുറം, അതാണ് അതിൻ്റെ മീനിങ്. നമുക്ക് ഇതാണ് നിൻ്റെ ബോർഡർ, അല്ലെങ്കിൽ ഇതിനപ്പുറം നീ കടക്കരുത് എന്ന് പറഞ്ഞ് നമുക്കാരും നമുക്കൊരു ബോർഡർ നിശ്ചയിച്ചിട്ടില്ല. അങ്ങനെ ആർക്കെങ്കിലും അങ്ങനെ ഒരു ബോർഡർ ഇതാണ്, അതിൻ്റെ അപ്പുറം നീ പോകരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മറികടക്കണം. അങ്ങനെ മറികടക്കുമ്പോഴാണ് നമുക്കൊരു ജീവിതത്തിൽ നമുക്കൊരു അർത്ഥമുണ്ടാകുന്നത്. അപ്പം എനിക്കാരും എൻ്റെ ഇന്നേ വരെയുള്ള ജീവിതത്തിൽ ഇതാണ് നിൻ്റെ ബോർഡർ, അല്ലെങ്കിൽ ഇതിൻ്റെ അപ്പുറം നീ കടക്കരുത് എന്ന് എന്നോടാരും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മളങ്ങനെ അതിരുകൾക്ക് അപ്പുറം സഞ്ചരിക്കണം. എന്നാലാണ് നമുക്ക് നമ്മളിപ്പോഴും ഒരു സേഫ് സോണിലിരിക്കുമ്പോൾ നമുക്കറിയില്ല എന്താണ് ലൈഫ്, അതുപോലെ എത്രത്തോളം മിന്നസ്റ്റാണ് ഈ ലോകം ഉള്ളത്, അല്ലെങ്കിൽ പല സാഹചര്യങ്ങളുമായിട്ട് ഇടപഴകുമ്പോഴാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലായാലും എല്ലാവരും പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ നമ്മൾ അതിരുകൾക്കപ്പുറം അങ്ങനെ ഒരു മീനിങ് വരുന്ന പേരാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പം ഞാൻ അതിലൂടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളെല്ലാവരും നമ്മുടെ അതിര് മറികടക്കണം. അങ്ങനെ മറികടക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വിജയങ്ങളുണ്ടാവും. അതുപോലെ നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ ഒക്കെ നമുക്ക് നമ്മുടെ ബോർഡർ കടന്ന് ആണ് നമുക്ക് കൈവരിക്കാൻ കഴിയുന്നത് വെച്ചാൽ നമ്മളങ്ങനെ ബോർഡർ നമ്മൾ മറികടക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പേര് കൊടുത്തത്. അപ്പം ഞാനിതിൽ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ഒരു സ്ത്രീ ആയതുകൊണ്ടോ, അല്ലെങ്കിൽ ഒരു കല്യാണം കഴിഞ്ഞു, അല്ലെങ്കിൽ കുട്ടിയായി, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഒരുപാട് വീട്ടമ്മമാർ ഒതുങ്ങിപ്പോകുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ഒരുപാട് വീട്ടമ്മമാർ എനിക്ക് പേഴ്സണലി അറിയാം. പിന്നെ അതുപോലെ നമ്മൾ ഓരോ യൂട്യൂബ് ചാനലുകൾ, അല്ലെങ്കിൽ ചാനലിലൂടെയോ ഫേസ്ബുക്കിലൂടെയൊക്കെ നമ്മൾ നിരവധി കേട്ടിട്ടുമുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഒതുങ്ങി പോകേണ്ടവരല്ല, സ്ത്രീ ആയാലും പുരുഷനായാലും 2 പേരായാലും നമ്മളങ്ങനെ ഒതുങ്ങി പോകണം. നമുക്കൊരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അത് നമ്മൾ മാക്സിമം പ്രയോജനപ്പെടുത്തണം. നമുക്ക് എന്താണോ നമ്മുടെ എയിം, അല്ലെങ്കിൽ നമുക്ക് എന്താണോ വേണ്ടത്, അതിനു വേണ്ടി നമ്മൾ എന്തായാലും നമ്മുടെ ജീവിതത്തിൽ സമയം കണ്ടെത്തണം. കാരണം നമുക്ക് എല്ലാവർക്കും ആകെ ഒരു ലൈഫാണുള്ളൂ. അതും കുറച്ച് സമയമാണ് നമുക്ക് ഈ ലോകത്ത് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മളത്
നമുക്ക് എന്താണോ വേണ്ടത് അത് നമ്മൾ കണ്ടെത്തി അതിനുവേണ്ടി നമ്മൾ ഇപ്പോൾ തന്നെ പ്രയത്നിക്കാൻ തുടങ്ങണം. നമ്മളിപ്പം ഒരാൾ അതിനെക്കുറിച്ച് എനിക്കിനി ഇതൊന്നും സാധിക്കുന്നുണ്ടാവില്ല, എൻ്റെ ലൈഫിൽ ഇത്ര തന്നെ ഉള്ളൂ അങ്ങനെ പറഞ്ഞ് ആരും ഇരിക്കരുത്. അങ്ങനെ ആരെങ്കിലും നമ്മളിപ്പോൾ മനസ്സിൽ ആരെങ്കിലും അങ്ങനെ വിചാരിച്ചിരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഈ മൊമെൻറ്റ് തൊട്ട് എല്ലാവരും വിചാരിക്കണം എൻ്റെ ലൈഫിൽ ഇതല്ല, ഇതിലും വലുത് നടക്കാനുണ്ടെന്ന് വെച്ചാൽ നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കണം. അങ്ങനെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാത്ത സംഭവങ്ങളൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഹാർഡ് വർക്കിലൂടെയും നമ്മുടെ ഡിറ്റർമിനേഷനിലൂടെയും നമുക്ക് നേടാൻ കഴിയും, എന്ത് വേണമെങ്കിലും നമുക്ക് നേടാൻ കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാനിപ്പം വലിയ വലിയ കാര്യങ്ങൾ നേടിയെന്നല്ല പറയുന്നത്, നമുക്ക് അത്രയും ഹാർഡ് വർക്കും നമ്മൾ ഇത് എനിക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ പിന്നെ നമ്മളത് നമുക്ക് സപ്പോർട്ടായിട്ടാണ് നമുക്ക് കിട്ടുക. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും, സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരും ഉണ്ടാവും. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വഴി നമ്മൾ മോട്ടിവേറ്റ് ആവുന്നു, അതുവഴി നമ്മൾ നമ്മുടെ കാര്യങ്ങളിലേക്ക് കടക്കണം. അപ്പം അത് അങ്ങനത്തെ കുറച്ചും കൂടി എൻ്റെ ലൈഫിലത്തെ ഒരു എക്സ്പീരിയൻസ് കൂടി ഞാനിപ്പോൾ പങ്കുവയ്ക്കാം. അപ്പം അത് ആർക്കെങ്കിലും മോട്ടിവേറ്റഡ് ആവുകയാണെങ്കിൽ നല്ലതാണല്ലോ. അപ്പം അത് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതിന് ശേഷം വീഡിയോസ് എടുക്കാൻ പറ്റുമോ അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഈ വീഡിയോ എന്തായാലും ഞാൻ പോസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞാൻ ഇപ്പോൾ ഉള്ളത് ബഹ്റിൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ നവംബർ 7 ബഹ്റിനിൽ ഇവിടെ ലാൻഡ് ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ എത്തിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പാലക്കാടാണ് എൻ്റെ സ്ഥലം. ഞാനൊരു ന്യൂറോ ടെക്നോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യായിരുന്നു. കേരളത്തിലിപ്പം 2018 പോണ്ടിച്ചേരി ജിപ്മർ മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങി. അതിനുശേഷം 18 തൊട്ട് ഈ 2024 ഒക്ടോബർ വരെ ഞാൻ വർക്ക് ചെയ്തത് നമ്മുടെ കേരളത്തിലായിരുന്നു. 6 വർഷത്തോളമായിട്ട് ഈ ന്യൂറോ ടെക്നോളജി ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പം എനിക്കും നമുക്കിങ്ങനെ ഓരോ അവസരങ്ങൾ നമുക്ക് വരുമ്പോഴും നമുക്ക് പല സാഹചര്യങ്ങളായിരിക്കാം. അപ്പം എനിക്ക് കുട്ടിയുണ്ട്, അതുപോലെ നമ്മുടെ കുടുംബം, അതൊക്കെയാണ് നമുക്ക് മേജർ പ്രയോറിറ്റി. അപ്പോൾ നമ്മൾ അതൊക്കെ വെച്ച് നമ്മളിങ്ങനെ നമ്മുടെ കരിയർ ഗ്രോത്ത് നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷെ നമുക്ക് സാഹചര്യങ്ങളും കൂടി നമുക്ക് ഒത്തുവരണമായിരുന്നു. പക്ഷെ ഞാൻ അന്ന് തൊട്ടേ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു ഒരു കരിയർ ഗ്രോത്തിന് വേണ്ടി. എങ്ങനെ എനിക്ക് ഗ്രോത്ത്, എൻ്റെ ഈ കരിയറിൽ എങ്ങനെ എനിക്ക് ഗ്രോത്ത് ഉണ്ടാക്കാം എന്നുള്ളത് ഞാൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമായിരുന്നു. അങ്ങനെ ഞാൻ എല്ലാ പ്രൊഫൈൽസും CV, അതുപോലെ നല്ല അട്രാക്റ്റീവായിട്ട് CV എല്ലാം ഉണ്ടാക്കി അങ്ങനെ എപ്പോഴും ലിങ്ക്ഡിനിലായാലും അങ്ങനെ കുറേ വെബ്സൈറ്റുകളെല്ലാം പോസ്റ്റ് ചെയ്ത് അങ്ങനെ നോക്കാറുണ്ടായിരുന്നു. കണ്ടിന്യൂസ്ലി ഞാനിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുമായിരുന്നു. കാരണം എൻ്റെ ഈ കരിയറിൽ അല്ലെങ്കിൽ ന്യൂറോ ടെക്നോളജി അല്ലെങ്കിൽ ന്യൂറോ ഫിസിയോളജിസ്റ്റ് അങ്ങനെ പറയുന്ന ആ ഒരു പോസ്റ്റിൽ എങ്ങനെ എനിക്ക് കരിയർ ഗ്രോത്ത് ഉണ്ടാക്കാം എന്ന് ഞാൻ പഠിച്ചിറങ്ങിയപ്പോൾ തൊട്ടേ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എനിക്ക് അറ്റ് ലാസ്റ്റ് ഒരു കോൾ വന്നു. പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയത്താണ് എനിക്ക് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ കോൾ കിട്ടിയത്. ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ നിന്ന് ഇൻ്റർവ്യൂ കോൾ വരികയായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ കോൾ വന്നു, ഞാൻ അറ്റൻഡ് ചെയ്തു. അതും ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു സമയമാണെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞാൻ ഇൻ്റർവ്യൂവിന് എന്നും ഞാൻ പ്രിപ്പയർ ചെയ്യായിരുന്നു. കാരണം എനിക്കറിയാം ഭാവിയിൽ എന്തെങ്കിലും എനിക്ക് ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടി വരും, ഞാൻ എന്തായാലും ഇങ്ങനെ ഒരു പൊസിഷനിൽ എനിക്ക് എത്താൻ കഴിയും എന്ന് വിചാരിച്ച് ഞാൻ ഇൻ്റർവ്യൂസിനൊക്കെ ഞാൻ നിരന്തരം പ്രിപ്പയർ ചെയ്ത് വെക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പം സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ അങ്ങനെ അതിനു വേണ്ടി പ്രിപ്പറേഷൻസ് എടുക്കുമായിരുന്നു. അങ്ങനെ ഇൻ്റർവ്യൂ കോൾ വന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അങ്ങനെ എല്ലാം ഇൻ്റർവ്യൂ ഒക്കെ ഒരു 45 മിനിറ്റ്സ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇവിടുത്തെ കിങ് ഹമ്മദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഇവിടെ നിന്നായിരുന്നു ഇൻ്റർവ്യൂ ഉണ്ടായത്. ഇവിടുത്തെ HR, ന്യൂറോളജിസ്റ്റ്, പീഡിയാട്രീഷ്യൻ അങ്ങനെ എല്ലാവരുടെയും ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. നമ്മുടെ സിലബസ്, ഇൻട്രൊഡക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളാണ് അവർ മെയിനായിട്ട് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പം സെലക്റ്റായി എന്ന് പറഞ്ഞ് ഒരു മെയിൽ വന്നു. അപ്പം ശരിക്കും എനിക്കൊരു ഒരു പ്രതീക്ഷ എന്നൊക്കെ പറയാമല്ലോ. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് ഒരു ഇതിന് വേണ്ടിയിട്ട്. പിന്നെ അത് സെലക്ട് ആയി എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമുക്ക് ഓഫർ ലെറ്ററും കാര്യങ്ങളും കിട്ടി. പിന്നെ അതിന് ശേഷം നമ്മുടെ ഓരോ പ്രൊസീജിയേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മുടെ ഡാറ്റ ഫ്ലോ ആയിരുന്നു.
ഡാറ്റ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെ, പലർക്കും അറിയുന്നുണ്ടാവും, നമ്മൾ എവിടേക്കാണോ പഠിച്ചത്, നമ്മൾ എവിടേക്കാണോ വർക്ക് ചെയ്തത്, അവരവിടെ എല്ലാം മെയിൽ അയച്ചോ വിളിച്ചോ നമ്മൾ വെരിഫിക്കേഷൻ പ്രോസസ്സ് പോലെയാണ്. നമ്മൾ കൺഫേം ചെയ്യും നമ്മളിങ്ങനെ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വെരിഫിക്കേഷൻ പ്രോസസ്സാണ് ഡാറ്റ ഫ്ലോ. അങ്ങനെ ഡാറ്റ ഫ്ലോ ഒരു 1 മന്തോടുകൂടി നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടി. അതിനുശേഷം NHRI ലൈസൻസ്, നമുക്ക് ബഹ്റൈനിൽ വർക്ക് ചെയ്യണമെങ്കിൽ, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ലൈസൻസ് വേണം. NHRI ലൈസൻസ് എന്നാണ് അതിൻ്റെ പേര്. പിന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളായി പിന്നെ അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ മെഡിക്കൽ ടെസ്റ്റുകളെല്ലാം ചെയ്തു. അതും എല്ലാം ഫിറ്റ്നസ്സും കാര്യങ്ങളെല്ലാം കിട്ടി. അതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് വർക്കിംഗ് വിസയും പിന്നെ ടിക്കറ്റും അയച്ചു തരികയാണ് ഉണ്ടായത്. അങ്ങനെ നമുക്ക് വർക്കിംഗ് വിസയും ടിക്കറ്റും കിട്ടി. ജസ്റ്റ് 1 വീക്കാണ് എനിക്ക് ഇങ്ങോട്ട് വരാനുള്ളത് ഉണ്ടായിരുന്നുള്ളൂ. അവർ നമ്മളോട് ഡേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നവംബർ 1st വീക്കിൽ തന്നെ അവർക്ക് വേണം എന്ന് പറഞ്ഞു. അത് നമ്മൾ നവംബർ 7th പറഞ്ഞു. നവംബർ 7th ഗൾഫ് എയറിൻ്റെ ടിക്കറ്റാണ് അവർ അയച്ചു തന്നത്. അങ്ങനെ ഞാൻ പിന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ ആ ഒരു 1 വീക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരാനുള്ള മനസ്സുകൊണ്ട് പ്രിപ്പയർ ചെയ്യായിരുന്നു. കാരണം നമുക്കറിയാം നമ്മുടെ കരിയർ ഗ്രോത്തും കാര്യങ്ങളും എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ ആഗ്രഹിച്ച ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്താൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഫാമിലി നമ്മുടെ ഒരു മേജറിനേക്കാൾ അധികം അത്രയും വലിയൊരു പാർട്ടാണ്. അപ്പോൾ നമുക്ക് ഫാമിലീനെ മിസ് ചെയ്യും. അതുപോലെ നമ്മൾ ജനിച്ചു വളർന്ന നാട് എന്ന് പറയുന്നത് തന്നെയായിരിക്കും നമുക്ക് എപ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടതും എല്ലാതും. അപ്പം അതുകൊണ്ട് അത് മിസ് ചെയ്യാൻ പോവുകയാണ്. അതുപോലെ കുട്ടി, ഹസ്ബൻഡ്, അച്ഛനമ്മമാർ, അങ്ങനെ എല്ലാവരും, സിസ്റ്റർ, ഫ്രണ്ട്സ്, അപ്പം എല്ലാവരെയും മിസ് ചെയ്യാൻ പോവുകയാണ് എന്നൊക്കെ ഓർത്ത് നമ്മൾ മനസ്സുകൊണ്ട് തൊട്ടേ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. എങ്ങനെയെങ്കിലും ബോൾഡ് ആവണം. നമ്മുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്. നമ്മുടെ കരിയർ ഗ്രോത്ത് ആയി കഴിഞ്ഞാലാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നെല്ലാം ബോധ്യമുണ്ട്. അങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. പിന്നെ നവംബർ 6th നൈറ്റിന് നമുക്ക് പോരേണ്ടി വന്നു. കാരണം നവംബർ 7th മോർണിംഗ് ആയിരുന്നു ഫ്ലൈറ്റ്. മോർണിംഗ് ഒരു 4:55 ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഉള്ളിലേക്ക് കയറുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ അതും ഇൻ്റർനാഷണൽ ട്രിപ്പ് ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ ആദ്യമായി കയറിയത് എൻ്റെ മേമയുടെ മോനെ എയർപോർട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ നമ്മൾ മറ്റ് പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എല്ലാം ആദ്യമായിട്ടാണ് ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ നമ്മൾ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. അതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് പോവുകയുണ്ടായത്. അപ്പോൾ ഞാൻ ഉള്ളിലേക്ക് പോകുന്ന സമയത്തൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഇനി 1 വർഷം കഴിഞ്ഞിട്ടല്ല എവിടേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് ഇവിടെ നിൽക്കണം എന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യണമെങ്കിൽ ബിയോണ്ട് ദ ബോർഡേഴ്സ്, അതെ, നമ്മുടെ അതിര് മറികടക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് ഇതാക്കി. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവരുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മളിപ്പം ഇവിടെ എത്തി നിൽക്കുന്നത്. അവരുടെ മോട്ടിവേഷൻ ആയാലും നമ്മളിപ്പം ഞാൻ എൻ്റെ വീട് തൊട്ട് എയർപോർട്ട് എത്തുന്ന വരെയുള്ള ആ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ എൻ്റെ ഫ്രണ്ട്സ് മെസ്സേജ് അയച്ചിട്ടും വോയിസ് മെസ്സേജ് അയച്ചിട്ടും ഫോൺ വിളിച്ചിട്ടും അങ്ങനെ ഞാൻ അത്രയും നല്ലൊരു ഇതാക്കി വെച്ചു. അതായത് നമുക്കൊരു പിന്തിരിയേണ്ട അവസ്ഥയ്ക്ക് വരാതെ നീ നന്നായിട്ട് റെഡിയാവും അങ്ങനെ പറഞ്ഞ് നമ്മൾ അത്രയും കെയർ ചെയ്യുന്ന അത്രയും നല്ല ഫ്രണ്ട്സ് സർക്കിൾ ഉണ്ട്. അതുപോലെ ഫാമിലി ആയാലും ശരി, അങ്ങനെ അത്രയും മോട്ടിവേറ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ് നമുക്ക് എപ്പോഴും നമുക്ക് നല്ലൊരു അനുഗ്രഹമാണ്. അതൊക്കെ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ കൂടെ പോകുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവുക. പിന്നെ അങ്ങനെ എയർപോർട്ടിലെത്തി, അതിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെതായ പ്രൊസീജിയേഴ്സും കാര്യങ്ങളും ബാഗെല്ലാം 2 ബാഗാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ അവർ ചെക്ക് ചെയ്ത് അവർ ലഗേജ് സൈഡിലേക്ക് വിടും. നമ്മുടെ ഹാൻഡ് ബാഗ് നമ്മൾ കയ്യിൽ തന്ന് പിന്നെ ഫുൾ നമ്മുടെ സെക്യൂരിറ്റി ചെക്ക് അങ്ങനെ എല്ലാം കഴിഞ്ഞ് പിന്നെയും എനിക്ക് കുറേ സമയം കയ്യിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ എർത്ത് ലോഞ്ച് പോയി കുറച്ച് സമയം അവിടെ ചിലവഴിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഒരു 4 o'clock ഒക്കെ ആകുമ്പോൾ ഞാൻ താഴെ വന്നു. അപ്പോഴൊക്കെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു ആരെങ്കിലും ഈ ഹോസ്പിറ്റലിലേക്ക് ഉള്ളതുണ്ടോ. പക്ഷേ ആരും അങ്ങനെ നമുക്ക് അവിടെ സംസാരിക്കാനൊന്നും അങ്ങനെ ഗ്യാപ്പും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളവിടെ ഗൾഫ് എയറിൻ്റെ ടെർമിനലിൻ്റെ അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ അവർ ലീഡ് ചെയ്യുമല്ലോ, അങ്ങനെ ലീഡ് ചെയ്ത് നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കയറി. അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു.
അപ്പോൾ ഞാൻ അതൊക്കെ ഒരു ചെറിയ ചെറിയ ഫോട്ടോസൊക്കെ അന്ന് എടുക്കാൻ പറ്റിയുള്ളൂ. കാര്യം ഞാൻ വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെറിയ ചെറിയ ഫോട്ടോസ് എടുത്തു. പിന്നെ അങ്ങനെ ഒരു നല്ല വീഡിയോസ് എടുക്കാനുള്ള അങ്ങനെ ഒരു മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഫുൾ ബ്ലാങ്ക് ആയിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ അതുകൊണ്ട് നമ്മൾ വീഡിയോസും അങ്ങനെ എടുക്കണ ഒരു മൈൻഡ് അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് നമ്മൾ ബഹ്റിൻ എയർപോർട്ടിൽ ഒരു 6:45 ഒക്കെ ആയപ്പോൾ എത്തി. ബഹ്റിൻ ടൈം ഒരു 6:45 ഒക്കെ ആയപ്പോൾ എത്തി. പിന്നെ അവിടുന്ന് ഇതുപോലെ ഇറങ്ങി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു, ബാഗൊക്കെ കളക്ട് ചെയ്തു. പിന്നെ ഹോസ്പിറ്റലിൻ്റെ പോർട്ടർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, നമുക്ക് മുന്നേ മെയിലിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ സിം കാർഡൊക്കെ എടുത്ത് ഫസ്റ്റ് അവിടുത്തെ ഇതിൽ അവരുടെ ടാക്സി ഉണ്ടായിരുന്നു, അതിൽ കയറി നമ്മൾ ഹോസ്റ്റലിലേക്ക് വരികയാണ് ഉണ്ടായത്. അപ്പം ഇതെന്താ പറയുന്നത് വെച്ചാൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. ജീവിതത്തിൽ ഞാനിങ്ങനെ നടക്കും, അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചു ഞാനൊരു പോണ്ടിച്ചേരി അവിടെയൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ കുറേ മനസ്സിൽ നമുക്ക് വലിയ വലിയ ആഗ്രഹങ്ങളായിരുന്നു. ഇത് പഠിച്ച ഉടനെ നമുക്ക് വേറെ നല്ല എന്താണ് പറയുക, ന്യൂറോണിൻ്റെ തന്നെ നല്ല ഏറ്റവും വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൽ വർക്ക് ചെയ്യണം, അങ്ങനെ പുറത്ത് പോകണം, അങ്ങനെയൊക്കെ വളരെ മോഹങ്ങളായിരുന്നു. പിന്നെ നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ലല്ലോ. നമുക്ക് ഓരോരോ നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേറെയുണ്ട്. അപ്പം അങ്ങനെ വിവാഹം, പിന്നെ നമുക്ക് കുട്ടി ഉണ്ടാവുക, അതൊക്കെ മേജറായിട്ടുള്ള കാര്യങ്ങൾ നടന്നു. പക്ഷെ അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്തിരേണ്ട ആവശ്യമില്ല നമ്മുടെ ഒരു സ്വപ്നത്തിൽ നിന്ന്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമുക്ക് അങ്ങനെ നമ്മുടെ അതൊക്കെ നമുക്കൊരു നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഭാഗ്യമാണ്. അതാണ് ഞാനൊന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പോൾ വിവാഹമായാലും നമുക്കൊരു പുതിയൊരു പാർട്ട്ണറെ കിട്ടുകയാണ്, നമുക്ക് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനും നമ്മുടെ സ്വപ്നങ്ങൾ ഡിസ്കസ് ചെയ്യാനും ഒക്കെ നമുക്ക് നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ കിട്ടുകയാണ്. അപ്പം എല്ലാവരുടെ കാര്യം നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ കിട്ടുന്നത് എനിക്ക് അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. കാരണം അത്രയും സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഫാമിലി, നമ്മുടെ കുട്ടിയായാലും ശരി, അത്രയും നമുക്ക് ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അത്രയും ആസ്വദിച്ച് ആളാണ് ഞാൻ. ഇപ്പം ഒരുപാട് മിസ്സിങ് ആണ്, പക്ഷേ നമുക്ക് നമ്മുടെ ഈ കരിയർ ഗ്രോത്തിലൂടെ നമുക്ക് അവരെയും നമ്മുടെ കൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാകുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ളവർക്കും ആ ഒരു വളർച്ചയിൽ പങ്കുകൊണ്ട് ആ വളർച്ച അവർക്കും അനുഭവിക്കാൻ പറ്റും. അതായത് നമ്മൾ അവരുടെ വളർച്ചയ്ക്ക് കൂടി വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പ്രയത്നിക്കുന്നത്. അപ്പം എനിക്ക് എൻ്റെ അമ്മയായാലും ശരി, അച്ഛനായാലും ശരി, അവരൊക്കെ പറയും അത്ര പഠിക്കാൻ പറ്റിയിട്ടില്ല, നല്ല ജോലിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം എനിക്ക് അവരുടെയൊക്കെ കണ്ണിൽ ആ സ്വപ്നമുണ്ട്, അപ്പം അവരുടെ മക്കളിലൂടെ അത് നടത്തണം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവരെന്നെ അടിച്ചേൽപ്പിച്ചിട്ടൊന്നുമില്ല, നീ ഇന്ന ജോലിക്ക് പോകണം, നീ അവിടെ പുറത്ത് പോയി വർക്ക് ചെയ്യണം, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ എയർപോർട്ടിലേക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും, എൻ്റെ അമ്മയായാലും അച്ഛനായാലും അനിയത്തിയായാലും മദറിലോ ആയാലും എല്ലാവരും കരയായിരുന്നു. എല്ലാവരുടെ കണ്ണിലും എല്ലാവരും നല്ല സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു സമയമായിരുന്നു അത്. പക്ഷെ അവരൊക്കെ കരയുന്ന സമയത്തും അവരുടെ കണ്ണിലൊക്കെ ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടായിരുന്നു. അതായത് എന്നിൽ അവർ പ്രൗഡാണ് എന്നുള്ളതൊക്കെ അവരുടെ കണ്ണിന്ന് വായിച്ചെടുക്കാൻ പറ്റിയിരുന്നു. കാരണം അവർക്കൊക്കെ ചിലപ്പം ആ ഒരു സമയത്ത് നേടാൻ പറ്റാതെ പോയ സ്വപ്നങ്ങളായിരിക്കാം ഇതൊക്കെ. അതായത് ഇപ്പോഴും നമ്മളൊരു സേഫ് സോണിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം അത് നമുക്ക് സേഫാണ്. അതായത് എനിക്ക് എൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്കതിൻ്റെ സേഫ് സോണാണ്. നമുക്ക് നമ്മുടെ കരിയറിൽ ഗ്രോത്തോ കാര്യങ്ങളോ ചിലപ്പം ഉണ്ടാവില്ലായിരിക്കാം, പക്ഷെ നമുക്കതൊരു സേഫ് സോണാണ്. വീട്ടിലേക്ക് പോകുന്നു, എല്ലാവരും കാണുന്നു, അങ്ങനെ അത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മുടെ സേഫ് സോണിൽ നിന്ന് നമ്മളത് മറികടന്നേ പറ്റൂ. മറികടന്നാലാണ് നമുക്ക് എന്തെങ്കിലും നമ്മുടേതായിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആകെ ഒരു ലൈഫാണല്ലോ. അപ്പോൾ നമുക്ക് ആ ലൈഫിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്താലല്ലേ നമുക്കറിയൂ. കാരണം ഇപ്പം എനിക്ക് ഇവിടെ വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആ ഒരു എക്സ്പീരിയൻസ് വന്ന എയർപോർട്ടിലേക്ക് കയറിയപ്പോൾ തൊട്ടുള്ളത് എനിക്ക് പുതിയ അനുഭവങ്ങളായിരുന്നു. അപ്പം അതെനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ തീരില്ല. കാരണം അവിടെ എത്തുന്ന സമയത്ത് ഓരോ സ്റ്റേജും എനിക്ക് പുതിയ പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഞാനിപ്പം ഇതിലേക്ക് ഇറങ്ങിയത് കൊണ്ടാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പം എനിക്ക് ഇതിപ്പം ഞാനൊരു ഫയലാക്കി ഇതിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്ക് കൂടി എനിക്ക് കാണിച്ചു കൊടുക്കാം. എൻ്റെ നെക്സ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് എൻ്റെ കുട്ടിയാണല്ലോ. അപ്പം എൻ്റെ കുട്ടിക്ക് കൂടി എനിക്ക് കാണിച്ചു കൊടുക്കാം. അതായത് എനിക്കിപ്പോൾ 27 ആണ്. അപ്പം ഒരു അമ്മയായതിനു ശേഷവും നമുക്ക്
അല്ലെങ്കിൽ ഒരു ഭാര്യ ആയതിനു ശേഷം, അല്ലെങ്കിൽ ഒരു ഭർത്താവ് ആയതിനു ശേഷം, അല്ലെങ്കിൽ ഒരു അച്ഛനായതിനു ശേഷം നമ്മൾ നമ്മുടെ സ്വപ്നങ്ങളൊന്നും ത്യജിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അതിനു വേണ്ടി അത്രയും ഹാർഡ് വർക്കും അതിനു വേണ്ടി നമ്മൾ അത്രയും എഫേർട്ടും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നടക്കാൻ പറ്റാത്തതായിട്ട് ഒരു കാര്യമില്ല. അതൊരു സമയത്ത് നടക്കും. അത് നമ്മളെല്ലാം കൂടി നമുക്ക് അപ്പം നമ്മുടെ ആ ഒരു പരിധിക്ക് വരും. എല്ലാതും നമുക്ക് സപ്പോർട്ടായിട്ട് തോന്നും. എല്ലാം നമുക്ക് നമ്മുടേതായിട്ട് പോസിറ്റീവായിട്ടാണല്ലോ നടക്കുന്നത്, അങ്ങനെ നമുക്ക് കിട്ടാം, അങ്ങനെ നമുക്ക് സംഭവിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞിനോടും പറഞ്ഞു കൊടുക്കാം. അതായത് നമുക്ക് ഒരു ഡിറ്റർമിനേഷൻ അല്ലെങ്കിൽ നമുക്കൊരു ഡ്രീം അത് ഉണ്ടെങ്കിൽ, നമ്മൾ അതിന് ഹാർഡ് വർക്ക് ഇടാൻ തയ്യാറാണെങ്കിൽ, നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ നമുക്ക് സപ്പോർട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തും നേടാം. അത് എനിക്ക് എൻ്റെ കുട്ടിക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു സ്റ്റോറിയാണ്. അപ്പോൾ അവൾക്ക് എൻ്റെ ഈ ലൈഫ് തന്നെ എനിക്ക് അവൾക്ക് കാണിച്ചു കൊടുക്കാം. കാരണം ഇതാണ് അമ്മേൻ്റെ സ്റ്റോറി, ഇങ്ങനെയാണ് അമ്മ ഇവിടെ എത്തിയത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എൻ്റെ കുഞ്ഞിന് കാണിച്ചു കൊടുക്കാം. എൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ തന്നെ, ഞാൻ സാധാ ഒരു ഗ്രാമപ്രദേശത്ത് വളർന്ന കുട്ടിയാണ്. നമ്മുടെ പാലക്കാടൻ ഗ്രാമങ്ങളിലൊക്കെ വളർന്നു വന്ന ഒരു കുട്ടിയാണ്. ഞാൻ അതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒരു വളർന്നു വന്ന ഒരു ആൾക്ക് എങ്ങനെ ഇതെല്ലാം അച്ചീവ് ചെയ്യാം? പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ച ഒരു കുട്ടിക്ക് ഒരിക്കലും വലിയ നിലകളിലൊന്നും എത്താൻ കഴിയില്ല, അല്ലെങ്കിൽ ലാംഗ്വേജ് ബാരിയർ ഒരു പ്രശ്നമായിരിക്കാം, അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ഒരു തടസ്സമല്ല. ഇപ്പം ഞാൻ ആദ്യം എൻ്റെ ഫസ്റ്റ് ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് പോണ്ടിച്ചേരിയിൽ പഠിക്കാൻ പോയപ്പോഴായിരുന്നു. അപ്പം അവിടെ എനിക്ക് ഇതുപോലെ എൻട്രൻസ് എഴുതി സെൻട്രൽ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തും എൻ്റെ അച്ഛനും അമ്മയും ഒരുപാട് അഭിമാനം കൊണ്ടിരുന്നു. കാരണം എനിക്കിങ്ങനെ കിട്ടിയതിൽ അവർ എനിക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിച്ചു എന്ന് പറയുന്നത് ശരിയായിരിക്കും. കാരണം എനിക്ക് വേണ്ട വിദ്യാഭ്യാസം, നല്ല വസ്ത്രം, നല്ല സാഹചര്യങ്ങളെല്ലാം അവരാണ് എനിക്ക് ഒരുക്കി തന്നത്. കാരണം അവർക്ക് ഒന്നും ഇല്ലെങ്കിൽ പോലും അവരെനിക്ക് വേണ്ടി അത്രയും ത്യാഗം ചെയ്തിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. അപ്പം അച്ഛനെയൊക്കെ എടുത്ത് പറയുകയാണെങ്കിൽ അച്ഛന് സാധനങ്ങൾ വാങ്ങിയിട്ടില്ലെങ്കിലും നമുക്ക് വാങ്ങിത്തരും, അങ്ങനെയുള്ള പാരൻസാണ്. അപ്പോൾ അവർ ഫസ്റ്റ് ഞാൻ അതാണ് എൻ്റെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, പോണ്ടിച്ചേരി പോയി പഠിക്കും. അപ്പോൾ അവരൊക്കെ പറയായിരുന്നു, എന്നെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് തനി ഗ്രാമ പെൺകുട്ടിയാണ് എന്ന് പറയായിരുന്നു. കാരണം നമ്മുടെ ഔട്ട്ഫിറ്റും കാര്യങ്ങളും വർത്താനമൊക്കെ കേൾക്കുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ, അങ്ങനെ പറയായിരുന്നു. പിന്നെ അതിനുശേഷം ഞാൻ 6 വർഷത്തോളം കേരളത്തിൽ വർക്ക് ചെയ്തു. അതെനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടേ ഉള്ളൂ. കാരണം എനിക്ക് അത്രയും എക്സ്പീരിയൻസ് കിട്ടി. അത്രയും എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാണ് എനിക്കിവിടെ അപ്ലൈ ചെയ്യാൻ തന്നെ പറ്റിയത്, ഈ ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ അപ്ലൈ ചെയ്തു. പിന്നെ ലാംഗ്വേജൊക്കെ നമ്മൾ കഴിയുന്നോളം നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മൾ എന്ത് കാര്യം പഠിച്ചാലും നമുക്കത് കൂടുതൽ ഗുണം ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ അതിനൊക്കെ ഞാൻ ഓരോ എഫേർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഞാൻ വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ എനിക്ക് ചെയ്യാൻ കഴിയാവുന്നേ ഉള്ളൂ. അപ്പം അതിനൊക്കെ നമ്മൾ ഓരോ എഫേർട്ട് എടുക്കും തോറും നമുക്ക് തന്നെയാണ് അത് ഗുണം ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം നമ്മളൊരു ഗ്രാമത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ ഇന്നൊരു സ്കൂളിൽ പഠിച്ചു എന്ന് ഓർത്തിട്ട് നമ്മൾ അതൊന്നും നിനക്ക് പറ്റുന്ന കാര്യമല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ, ഈ നിമിഷം വരെ അങ്ങനെ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് മാറ്റേണ്ട സമയമാണ്. അതുപോലെ എന്തെങ്കിലും അവസരം കിട്ടിയിട്ട് എനിക്ക് അത് പറ്റുന്നുണ്ടാവില്ല, എൻ്റെ ഫാമിലി അത് നെഗറ്റീവായിട്ടാണ് എടുക്കുക, അല്ലെങ്കിൽ എൻ്റെ ഫാമിലി അതോടുകൂടി പോവും, അങ്ങനെയൊക്കെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും ഒന്നുകൂടി ആലോചിക്കുക. അത് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ വിചാരിച്ചാൽ അത് നമുക്ക് നടക്കാവുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു ഓഫർ കിട്ടിയിട്ട് പോവാത്ത പല ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ വിചാരിക്കണം, നമ്മളെ ലൈഫിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമുക്കിതെല്ലാം ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് പറ്റുന്നത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ അത് നേടിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് ഇതിലൂടെ പറയാനുള്ളത്. അപ്പം November 7 ഞാനിവിടെ എത്തി. അതിനുശേഷം ഇപ്പം പ്രൊസീജിയേഴ്സും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിലുള്ള ഹോസ്പിറ്റലാണ്, കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ. അവിടെ ന്യൂറോഫിസിയോളജിസ്റ്റ് പോസ്റ്റിൽ ഇൻറ്റേർണൽ മെഡിസിൻ സ്ട്രോക്ക് യൂണിറ്റിലാണ് പോസ്റ്റിംഗ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇനി വീഡിയോസ് എടുക്കാൻ കഴിയുകയാണെങ്കിൽ ഞാൻ മാക്സിമം എടുക്കും. അപ്പം വരും വീഡിയോസിൽ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതായിരിക്കും. ഞാൻ കാണുന്ന ബഹ്റിൻ എന്താണോ അത് നിങ്ങളിലേക്കും എത്തിക്കാൻ ഞാൻ ശ്രമിക്കും. കാരണം ഇപ്പോൾ ഞാൻ പോരുമ്പോൾ തന്നെ എൻ്റെ അമ്മമ്മയും എൻ്റെ മേമിയും അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ ഉള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അയക്കണം, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും കാണാലോ, ബഹ്റിൻ എന്താണെന്ന് കാണാലോ
എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ എന്തായാലും പുതിയൊരു കൺട്രിയിലേക്ക് വരുമ്പോൾ എനിക്കും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത്, അതുപോലെ നമുക്ക് എന്തൊക്കെ ഇവിടെ കാണാൻ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ കാണുന്ന ബഹ്റിൻ നിങ്ങളിലും എത്തിക്കുക എന്നൊരു ഉദ്ദേശം കൂടി ഈ ചാനലിനുണ്ട്. പിന്നെ എൻ്റെ ഈ സ്റ്റോറി എന്ന് പറയുന്നത് ഇത്രയാണ്. ഇതിൻ്റെ ഒരു ഞാനിങ്ങനെയാണ് ഉദ്ദേശിച്ചത്. അതായത് ആർക്കെങ്കിലും ഇത് കൊണ്ട് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, അതായത് നമ്മുടെ കയ്യിലൊരു ഡിഗ്രി ഉണ്ട്, നമ്മൾ അത്രയും നമ്മുടെ കരിയറിന് വേണ്ടി നമ്മൾ കരിയർ ഗ്രോത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നമ്മൾ വേറെ ഒന്നിനും വേണ്ടി നമ്മുടെ ലൈഫ് മാറ്റി വയ്ക്കാൻ നമുക്ക് ടൈമില്ല. അപ്പോൾ നമ്മൾ മാക്സിമം നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുക. നമ്മൾ എന്താണോ നമ്മുടെ ഡ്രീം അത് നമ്മൾ ഒരിക്കൽ അച്ചീവ് ചെയ്തിരിക്കും. മാക്സിമം എഫേർട്ടും അതുപോലെ ഹാർഡ് വർക്കും കാര്യങ്ങളും അതിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് അച്ചീവ് ചെയ്യാൻ കഴിയും. അതാണ് എനിക്കിതിലൂടെ പറയാനുള്ളത്. അപ്പം ഞാൻ കുറച്ച് ചെറിയ ഫോട്ടോസും ക്ലിപ്പിങ്സും ഇതിലൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കണ്ടു നോക്കൂ. സോ ചുറ്റും നോക്കിയാൽ നമുക്ക് ഒന്നും നേടാനാവില്ല. ലക്ഷ്യം നമ്മുടേതാണ്. ലക്ഷ്യം പോലെ പ്രധാനമാണ് മാർഗവും. സോ ഗൈസ്, നെവർ ഗിവ് അപ്പ്. നോ മാറ്റർ ഹൗ ടഫ് ദ ജേർണി ഗെറ്റ്സ്. കീപ് ഗോയിങ്. എവറി സ്റ്റെപ്സ് ബ്രിങ്സ് യു ക്ലോസർ ടു യുവർ ഡ്രീംസ്. വൺസ് യു ഹാവ് അച്ചീവ്ഡ് യുവർ ഡ്രീംസ്, ഡോണ്ട് സ്റ്റോപ്പ്. Dream bigger, work harder, and conquer the next mountains. Thank you all.